ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതൊരു ഹൈദരാബാദി സ്റ്റൈലിലുള്ള ദം ബിരിയാണിയാണ്. ഞാനിവിടെ മട്ടൺ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. മട്ടനോ അല്ലെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി എടുത്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടി ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചേർക്കണം. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് പച്ചമുളക് അരച്ചതാണ്. ഞാനിതിലൊരു 10 പച്ചമുളകാണ് അരച്ച് ചേർത്തിരിക്കുന്നത്. പച്ചമുളകാണ് കൂടുതലായിട്ട് ഇതിൽ ചേർക്കുന്നത്. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ്. ഒരു വലിയ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടൊരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ വഴറ്റിയിട്ടൊന്നും അല്ല ഈ മസാല ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇതിലോട്ട് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. 1 കപ്പ് തൈരാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ സവാള നമ്മൾ നല്ല വറുത്താണ് ഇതിൽ ചേർക്കുന്നത്. ഞാൻ അതിനുവേണ്ടി ഒരു 3 സവാള എടുത്ത് കനം കുറച്ച് അരിഞ്ഞ് അത് നല്ല ഗോൾഡൻ കളറിൽ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ മസാലയിൽ ചേർക്കാൻ വേണ്ടി ഒരു 10-12 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുത്ത് ഇതിൽ ചേർക്കണം. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കാൻ പോകുന്നത് മല്ലിയിലയും പുതിനയിലയാണ്. അത് രണ്ടും ഏകദേശം ഒരു വലിയ പിടിയോളം ഉണ്ട്. ഓരോ പിടി മല്ലിയില ഓരോ പിടി പുതിനയിലയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ്. ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് തിരുമ്മി എല്ലായിടത്തും യോജിപ്പിക്കണം. ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇറച്ചി മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ ഇറച്ചി കഷ്ണത്തിലോട്ട് നന്നായിട്ട് പിടിക്കും. മട്ടൺ മാത്രമല്ല, ചിക്കനും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ മസാല മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർത്തല്ല വേവിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. പിന്നെ ഈ തൈരും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അരച്ചതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഇതിൽ കിടന്ന് ഇതങ്ങ് വെന്തോളും. ഇതേ സമയത്ത് തന്നെ ഞാനിവിടെ ഇതിൽ ചേർക്കാനുള്ള അരി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 1/2 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇവിടെ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. നീളത്തിലുള്ള ബസ്മതി അരിയാണ് ഞാൻ ഇതിൽ ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതൊരു 3/4 കിലോ ഉണ്ട്. 1 കിലോ ഇറച്ചിക്ക് 3/4 കിലോ അരി എന്ന കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവാൻ വേണ്ടി ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ അരി ഒന്ന് 3/4 വേവിൽ വേവിച്ച് ഊറ്റിയെടുത്താൽ മതി. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മസാലകളാണ്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഏലക്ക, പട്ട, പിന്നെ തക്കോലം, അതുപോലെ തന്നെ ബേ ലീഫ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ജീരകവും ഉണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇനിയും കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി വെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്ക് ഇറച്ചി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ചോറൊക്കെ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇതിനി ഒന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഇറച്ചി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ അരിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ദം ഇട്ടാൽ മാത്രം മതി. ഇത് 1-2 ലെയറായിട്ട് വേണമെങ്കിൽ നമുക്ക് ദം ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഒരൊറ്റ ലെയറിലാണ് ചെയ്യുന്നത്. ആ ഇറച്ചിയുടെ മുകളിലോട്ട് ചോറെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊരു അല്പം വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് പരന്ന പാത്രം. അതുകൊണ്ടാണ് ഒറ്റ ലെയറിൽ ഇത് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആവി കയറും. പിന്നെ ഈ ബിരിയാണിക്ക് നല്ല ഒരു മണമൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരു 1/4 കപ്പ് പാലിലോട്ട് കുറച്ച് കുങ്കുമപ്പൂ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അതിന് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി.
പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് തടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ സവോളയുമാണ്. ഇനി അതിനുശേഷം ഇതിന് മുകളിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ദം ഇടുമ്പോൾ ഇതിൻ്റെ സ്റ്റീം ഒട്ടും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുണ്ടെങ്കിൽ അതായാലും മതി. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഞാൻ ഒരു വെയിറ്റുള്ള ഒരു കല്ലും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അലുമിനിയം ഫോയിലൊന്ന് മാറ്റി നോക്കാം. എന്നിട്ട് ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആവിയൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മസാലയും ചോറും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള ഈ ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരെണ്ണം തന്നെയാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.